ഇന്നിവിടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എഴുത്തുകാരാണ് നിങ്ങളോട് സംവദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ആധുനികതയ്ക്ക് ശേഷം മലയാള ഭാഷയിലും മലയാള ഭാവനയിലും ഏറ്റവും വ്യത്യസ്തമായ എഴുത്തുകളിലൂടെ വായനക്കാരെ ആകർഷിച്ച 3 എഴുത്തുകാരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. എനിക്ക് വ്യക്തിപരമായി ജ്യേഷ്ഠ സഹോദരന്മാരായ ഇവർ മലയാളത്തിൽ ആധുനികതയുടെ ഒരു വല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആധുനികതയുടെ വല്ലാത്ത പ്രസരശേഷിയുള്ള ഒരു കാലത്തിന് ശേഷം ഏതാണ്ട് ആധുനികതയുടെ അവസാന കാലത്ത് എഴുതി സജീവമായ എഴുത്തുകാരാണ് ഇവർ 3 പേരും. ആധുനികതയുടെ കാലത്ത് തന്നെ ശ്രദ്ധേയമായ രചനകളിലൂടെ മലയാള ഭാഷയിൽ ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരാണ്. ഇപ്പം ആദ്യം ഇവിടെയുള്ള CV ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ മലയാള നോവലിൽ ആയുസ്സിൻ്റെ പുസ്തകം പോലൊരു പുസ്തകം ഒരു പുതിയ അനുഭവമായിരുന്നു. എനിക്ക് വ്യക്തിപരമായി ഒരു ഓർമ്മയുള്ളത് പിന്നെ KP അപ്പൻ സാറ്, അദ്ദേഹം പിന്നീട് അത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ അപ്പൻ സാറിനെ ഒരിക്കൽ കണ്ടപ്പോൾ സാറ് പറഞ്ഞത് ഭാഷയിലും ഭാവനയിലും മലയാളത്തിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ശേഷം മറ്റു പല നോവലുകളും ശ്രദ്ധേയമായി വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ സാറ് പറയുന്ന കാലത്തുള്ള സാറ് പറഞ്ഞത് പുതിയ തലമുറയിൽ ഇതുപോലെ ഭാഷയിലും ഭാവനയിലും മലയാളത്തിൽ വളരെയേറെ മുന്നോട്ട് പോയ ഒരു നോവൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരിക്കൽ എനിക്ക് തോന്നുന്നത് ഈ നോവൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 90കളുടെ പകുതിയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയുസിൻ്റെ പുസ്തകത്തിലൂടെ അതിനുശേഷം വ്യത്യസ്തമായ എഴുത്തുകളിലൂടെ മലയാള ഭാഷയിൽ ഏറ്റവും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് CV ബാലകൃഷ്ണൻ. അതുപോലെ തന്നെ K രഘുനാഥൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവൽ മാതൃഭൂമിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാതിരാവൻകരയാണെങ്കിലും മറ്റ് കഥകളാണെങ്കിലും നോവലുകളാണെങ്കിലും ഒക്കെ തന്നെ വായനക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഇടം എവിടെയാണെന്ന്. അംബികാസുധൻ മങ്ങാട് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ഇടപെടൽ അല്ലെ മനുഷ്യൻ്റെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കഥകളും കഥാപാത്രങ്ങളും കണ്ടെത്തി എഴുതുന്നതിൽ അദ്ദേഹം ഇന്നത്തെ തലമുറയിൽ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന തലമുറയിൽ ഏറ്റവും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ ജന്മവിജയ പോലുള്ള നോവൽ എത്രമാത്രം ശ്രദ്ധേയമായി എന്ന് വായനക്കാർക്കറിയാം. ഇന്നിവിടെ ഞാൻ ഈ ആമുഖം പറഞ്ഞധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ എഴുത്തിൻ്റെ കാലം കഴിഞ്ഞോ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ അതിനുത്തരം പറയേണ്ടത് ഈ പ്രശസ്തരായ 3 എഴുത്തുകാർ തന്നെയാണ്. ആ വിഷയം തന്നെ ഞാൻ ഇവരോട് ചോദിക്കുന്നു, എഴുത്തിൻ്റെ കാലം കഴിഞ്ഞോ? ആദ്യം അതേക്കുറിച്ച് CV ബാലകൃഷ്ണൻ പ്രതികരിക്കും. നമസ്കാരം. എഴുത്തിൻ്റെ കാലം കഴിഞ്ഞോ എന്നല്ല ഇവിടെ വിഷയം, കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞോ എന്നുള്ളതാണ്. കഥ പറച്ചിലും സ്റ്റോറി ടെല്ലിങ് അതും കഥ എഴുത്തും 2 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കഥ പറച്ചിലിൻ്റെ കാര്യമാണെങ്കിൽ കഥ പറച്ചിൽ മനുഷ്യർ ഉണ്ടായ കാലം തൊട്ട് തുടങ്ങിയതാണ്. കഥ പറച്ചിലിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും പൗരാണികമായ കഥ പറച്ചിലാണ് എന്നാണ്. അപ്പോൾ മനുഷ്യർ സമൂഹങ്ങളായിട്ട് താമസിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കഥകൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് ജീവിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിരുന്നു കഥ എന്ന് പറയുന്നത്. നമ്മൾ കഥ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. വി ടെൽ അവർ സ്റ്റോറീസ് ഇൻ ഓർഡർ ടു ലിവ് എന്നാണ് ഈ ജോവാൻ ദിവിയൻ പറഞ്ഞത്, അമേരിക്കൻ എഴുത്തുകാരി. അപ്പോൾ അത് നമ്മൾ ജീവിക്കുന്നതിന് വേണ്ടി കഥ പറയുന്നു. പണ്ട് കാലത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി കഥ പറഞ്ഞു. നമുക്ക് വിഷ്ണു ശർമാവ് കഥ പറഞ്ഞത് അത് കഥയെ ഒരു ബോധനോപാധിയാക്കിയിട്ട് മാറ്റിയിട്ടാണ്. കഥകൾ പറഞ്ഞ് പഞ്ചതന്ത്ര കഥകൾ പറഞ്ഞിട്ട് അതിലൂടെ 3 രാജകുമാരന്മാരെ അദ്ദേഹം വിജ്ഞരാക്കിയിട്ട് തീർത്തു. അപ്പോൾ കഥ ആ രീതിയിൽ പല രീതിയിലും കഥകൾ പ്രയോജനപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഈ നമ്മൾ ലിഖിത ഭാഷ ഇല്ലാത്ത സമൂഹങ്ങൾ, ആദിവാസികൾ ലോകത്തെമ്പാടുമുള്ള
അതിൽ മെക്സിക്കൻ ആദിവാസികളെക്കുറിച്ച് വളരെ വിശേഷമായിട്ടുള്ള ഒരു പറച്ചിലുണ്ട്. അവരെല്ലാവരും കഥ പറയുന്നവരാണ്. ഇപ്പോൾ സരമാഗോ തൻ്റെ നൊബേൽ പുരസ്കാരം കിട്ടിയിട്ട് ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം നന്ദി പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനെയാണ്. ആ മുത്തച്ഛൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവിരാമമായിട്ട് എൻലെസ്ലി എന്നാണ് പറയുന്നത്, അവിരാമമായിട്ട് കഥ പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം നിരക്ഷരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കഥകൾ പറയാൻ അറിയാമായിരുന്നു. ഇത് ലോകത്തിലെ എവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളും ഈ ലിഖിത ഭാഷ ഇല്ലാത്തവരും കഥകൾ പറയുകയും കഥകൾ ചമയ്ക്കുകയും എല്ലാറ്റിൽ നിന്നും കഥകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ മ്യൂറിയൽ റൂക്കൈസർ പറഞ്ഞത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കഥകളെ കൊണ്ടാണ്, അണുക്കളെ കൊണ്ടല്ല എന്ന് പറയുന്നു. ഈ കഥയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറച്ചിലാണത്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കഥകളെ കൊണ്ടാണ്, അണുക്കളെ കൊണ്ടല്ല എന്നുള്ളത്. അത് പറഞ്ഞിരിക്കുന്ന ഒരു കഥാകൃത്തല്ല, ഒരു കവയിത്രിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഈ മ്യൂറിയൽ റൂക്കൈസർ എന്ന് പറയുന്നത് അമേരിക്കൻ കവയിത്രിയാണ്. അപ്പോൾ കഥകൾ മനുഷ്യ സമൂഹത്തിന് എപ്പോഴും ആവശ്യമുണ്ട്. ആവശ്യമുള്ളിടത്തോളം കാലം അവർ എല്ലാറ്റിൽ നിന്നും കഥകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചില മനുഷ്യരെ നമ്മൾ പറയുന്നത് കഥയില്ലാത്തവരെന്നാണ്. ഉള്ളിൽ കഥയില്ലാത്തവർ, കാമ്പില്ലാത്തവർ എന്ന് പറഞ്ഞ അർത്ഥം നമ്മളെന്താണ് പറയുന്നത്, അവനൊരു കഥയില്ലാത്തവനാണെന്ന്. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ കഥ അങ്ങനെ ജീവിതവുമായിട്ട് എല്ലാ തരത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവർഗമാണ് ഈ മനുഷ്യരത് കഥ പറയും. എ കെ രാമാനുജൻ ഇന്ത്യൻ നാടോടി കഥകളുടെ ഒരു സമാഹാരം പണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ആ സമാഹാരത്തിലുള്ള ഈ നാടോടി കഥകൾ, ഗ്രാമീണ കഥകൾ, പല ഭാഷകളിൽ നിന്നുള്ള ആ കഥകളിൽ കഥകളെക്കുറിച്ചിട്ടുള്ള കഥകളുണ്ട്. കഥകളെക്കുറിച്ചിട്ടാണ് അതിലത്തെ ഒരു വിഭാഗം മുഴുവനും കഥകളെക്കുറിച്ചിട്ടുള്ള കഥകളാണ്. കഥകൾ തന്നെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന കഥകൾ. അപ്പോൾ ഒരാൾ 4 കഥ അറിയുന്ന ഒരാൾ അയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഭൃത്യൻ ഒരു കഥ പറഞ്ഞതാന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കഥയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ഉള്ളിലുള്ള കഥകൾ അയാളുടെ പുറത്തേക്ക് വരികയും ഇയാളെ കൊല്ലാനുള്ള പദ്ധതി ഒരുക്കുകയും ചെയ്യുന്നതാണ് അതിലത്തെ ഒരു കഥ. ആ കഥ ഇങ്ങനെ ഇയാളുടെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് സംസാരിക്കുന്നത് 4 കഥകൾ സംസാരിക്കുന്നത് ഈ ഭൃത്യൻ കേൾക്കുകയും ഈ യജമാന സ്നേഹമുള്ള ഭൃത്യൻ ഓരോ പദ്ധതിയും പരാജയപ്പെടുത്തുന്നതാണ് ആ കഥയിൽ. പിന്നെ കഥ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിരക്ഷരനായിട്ടുള്ള ഒരു രാമായണ കഥ കേൾക്കാൻ വേണ്ടി പോയിട്ട് അവിടെ ഇരുന്നിട്ട് കഥ ശ്രദ്ധിച്ച് കേൾക്കുന്നു. ആദ്യം കേൾക്കുന്നേ ഇല്ല. ഒരു നീണ്ട കഥയാണത്, ഞാൻ പറയുന്നില്ല. ആ മനുഷ്യനിങ്ങനെ ഓരോ ദിവസവും ശ്രദ്ധിച്ച് കഥ കേൾക്കുമ്പോൾ അവസാനം ഈ രാമായണത്തിലെ ഒരു സന്ദർഭമുണ്ട്. ഹനുമാനെ മുദ്രാങ്കുലീയം കളഞ്ഞു പോയിട്ട് ഈ സമുദ്രത്തിന് മേലെ കൂടി ചാടുമ്പോൾ മോതിരം കടലിൽ വീണു. അപ്പോൾ ആ മോതിരം കൊണ്ട് വേണം സീതയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മോതിരം ഇല്ലാതെ പോകാൻ വേണ്ടി പറ്റിയല്ല. അപ്പോൾ ഈ ഹരികഥാ കാലക്ഷേപം നടത്തുന്ന ആൾ ഈ മോതിരമില്ല, ഹനുമാൻ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഈ കഥ കേൾക്കുന്ന ആളെന്ത് ചെയ്തു? അയാൾ നേരെ കടലിൽ ചാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കടലിൽ നിന്ന് വന്നു ആ മോതിരം എടുത്തിട്ട്. അതാണ് ആ കഥയിൽ പറയുന്നത്. അതാണ് ശ്രദ്ധിച്ച് കഥ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിലുള്ള കഥ. അപ്പോൾ ഈ രീതിയിൽ കഥ പല രീതിയിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തെ, നമ്മുടെ സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ ചരിത്രം സൂക്ഷിക്കാൻ, സംസ്കാരം സൂക്ഷിക്കാൻ, അതിനൊക്കെ നമ്മൾ കഥ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉപയോഗിച്ചിട്ടുണ്ട്. അത് എല്ലാ ഭാഷയിലും മനുഷ്യ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു സാഹിത്യ സംവർഗമാണ് കഥ. അതുകൊണ്ട് നമ്മൾ അതിനോട് ഈ വളരെ ഉദാസീനമായിട്ട് കഥ പറച്ചിൻ്റെ കാലം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിഷയം പറഞ്ഞപ്പോൾ കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളത് എഴുത്തിൻ്റെ, അത് ക്ഷമിക്കണം, ഈ കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞോ എന്ന് ഉദ്ദേശിച്ചത്, എനിക്ക് തോന്നുന്നു അത് നിശ്ചയിച്ചവർ ഉദ്ദേശിച്ചത് ഇപ്പോൾ കഥ പറയുന്നതല്ലാതെ തന്നെ മറ്റു പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ, ഇപ്പോൾ യഥാർത്ഥ ജീവിതം പറയുന്നു, അല്ലെങ്കിൽ പഴയകാലത്ത് ഈ പത്ര മാധ്യമങ്ങളിലുണ്ടായിരുന്ന ഫീച്ചർ റൈറ്റിങ്ങിൻ്റെ സ്വഭാവത്തിലുള്ള എഴുത്തുകൾ വരുന്നു,
ചിലരുടെ ജീവിതം അതേപോലെ പകർത്തി വയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു വായനാ സമൂഹം ഉയർന്നു വരുമ്പോൾ അത്തരം പുസ്തകങ്ങളും സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ കഥ പറയുന്ന രീതിയിൽ നിന്ന് മറ്റ് എഴുത്ത് വഴികളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഈ വിഷയം തീരുമാനിച്ചവർ അങ്ങനെ തീരുമാനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരം എഴുത്തുകൾ മലയാളത്തിൽ നിന്നല്ല ലോകത്തെവിടെയും സജീവമാണ്. മലയാളത്തിലും പ്രധാനപ്പെട്ട എഴുത്തുകാർ നോവലും കഥയും അല്ലാതെ മറ്റ് തരത്തിലുള്ള പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ, ഇപ്പോൾ യാത്രാവിവരണം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ജീവിതം എഴുതുന്ന പോലെയുള്ള പല പുസ്തകങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത്തരം എഴുത്തുകളുടെ ഒരു കടന്നുവരവും കൂടുതൽ സജീവതയുമാണ് ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ കാരണമായെന്ന് തോന്നുന്നു. ഇതേക്കുറിച്ച് രഘുനാഥൻ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു വിഷയം ആദ്യം കേട്ടപ്പോൾ തന്നെ വലിയൊരു അന്താളിപ്പ് എനിക്കുണ്ടായി എന്നുള്ള സത്യമാണ്. കഥ പറച്ചിലിൻ്റെ കാലം അവസാനിക്കുന്നു എന്നാണ്. നമ്മൾ എല്ലാ വിഷയങ്ങളും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തെളിവുകളിലൂടെയുമാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ഇത് ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമ്മളറിയാതെ സംഭവിച്ചോ എന്നുള്ളൊരു ആശങ്കയായി എനിക്ക്. കാരണം ഇപ്പോൾ കാർഷിക വിളകളിലെ ജനിതക മാറ്റം, അതുപോലെ ഓസോൺ പാളികളിലെ വിള്ളൽ, ഇങ്ങനെയൊക്കെയുള്ള ന്യൂനമർദ്ദം, അതുപോലെ കാലാവസ്ഥാ മാറ്റം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പോലെ സാഹിത്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. കാരണം ജീവിതത്തിൻ്റെ മനുഷ്യരാശിയുടെ തന്നെ ഒരു ബന്ധം നിലനിൽക്കുന്ന ഈ കഥകളിലൂടെയാണ്, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന ഈ കഥകളിലൂടെയാണ്. അപ്പോൾ അത് അവസാനിക്കാൻ പോകുന്നു എന്ന ഒരു സംശയം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പ്രേരണ എന്താണെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഇത് സാഹിത്യത്തിന് മാത്രം ഒരു കാര്യമല്ല, സമസ്ത ജീവിത മേഖലകളിലെയും ഒരു പ്രശ്നമാണ്. അത് പരസ്യമായാലും അല്ലെങ്കിൽ ബിസിനസ് ആയാലും എല്ലാത്തിലും ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. യുദ്ധത്തിൽ പോലും ഇത് കടന്നു വന്നിട്ടുണ്ട് ഈ പറച്ചിൽ. മഹാഭാരതത്തിൽ അന്ധനായ ധൃതരാഷ്ട്രർക്ക് യുദ്ധം വർണ്ണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വ്യാസൻ ഒരാളെ തന്നെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയൻ എന്നാണ്. ഈ സഞ്ജയൻ തലസ്ഥാനമായ ഹസ്തിനപുരിയിൽ ഇരുന്നു കൊണ്ട് 172 കിലോമീറ്റർ അപ്പുറത്തുള്ള കുരുക്ഷേത്രം എന്ന സമതലത്തിൽ നടക്കുന്ന യുദ്ധം തത്സമയം വർണ്ണിച്ചു കൊടുക്കുകയാണ് ധൃതരാഷ്ട്രർക്ക്. ഇതിനായിട്ട് അദ്ദേഹത്തിന് ഒരു ദിവ്യദൃഷ്ടി എന്നാണ് പറയുന്ന ഒരു മൂന്നാം കണ്ണ് വ്യാസൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കഥ പറച്ചിൽ എന്നത് ഈ മൂന്നാം കണ്ണ് തന്നെയാണ്. അങ്ങനെയാണ് സഞ്ജയൻ അത് വർണ്ണിച്ച് ഒരു വിശദാംശങ്ങളും എല്ലാ വിശദാംശങ്ങളോടെയും ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു മലയാളി കഥാകൃത്തായിട്ട് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഗബ്രിയേൽ മാർക്കേസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് ഇട്ട പേര് ലിവിങ് ടു ടെൽ ദ ടെയിൽ എന്നാണ്. കഥ പറയാനായി ജീവിച്ചിരിക്കുന്നു, കഥ എന്ന ജീവിതം. ആ ഒരുക്കെ മലയാളത്തിൽ മലയാളീകരിക്കാവുന്ന ഒരു പേരാണ് അദ്ദേഹം അതിനിട്ടത്. ആ ആത്മകഥ അദ്ദേഹം എഴുതുന്നത് 75-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ സാഹിത്യത്തിലൂടെ സാഹിത്യ ജീവിതത്തിൽ എന്തൊക്കെ കൈവരിക്കാമോ അതിനെല്ലാം അതൊക്കെ നേടിയതിന് ശേഷം, നേടിയെന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചു, കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇനിയും ജീവിച്ചിരിക്കുന്നത് കഥ പറയാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നും ഒരു നേട്ടമല്ല, ഇനിയുള്ള ജീവിതം കഥ പറയാനാണ് എന്നതാണ്. നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് അല്ല, ഈ അതിൽ തന്നെ മാർക്കേസിൻ്റെ എതിരാളിയായിട്ട് പറയുന്ന ഒരാളുണ്ട്, വാഴ്ത്തപ്പെടുന്ന ഒരാളുണ്ട്, യോസ. എല്ലാവരും അത് മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറയാമെങ്കിലും വർഗസ് യോസയുടെ ഒരു നോവൽ, അതിൻ്റെ പേര് സ്റ്റോറി ടെല്ലർ എന്നാണ്. ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി, നാഗരികനായ വിദ്യാർത്ഥി, ആ നാഗരികതയും വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഗോത്രവർഗ്ഗക്കാർക്കായിട്ട് കഥ പറയാൻ പോകുന്നതാണ് യോസയുടെ നോവൽ. അതിൻ്റെ പേര് സ്റ്റോറി ടെല്ലർ എന്നാണ്. ഈ കഥയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആലോചിച്ചതാണ്.
നമ്മുടെ SK പൊറ്റേക്കാട്ട്, അദ്ദേഹം ഒരു സഞ്ചാരിയാണ്, നമുക്കറിയാം. അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കം, ഔദ്യോഗിക ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി തെണ്ടിയുള്ള ജീവിതമാണ് ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്നും ജോലി തണ്ടലായിരുന്നു പണി ബോംബെയിൽ. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം കേരളത്തിലേക്ക് ഒരു അവധിയിലാണെന്നാണ് കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ഇവിടെയുള്ള എഴുത്തുകാരെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം എറണാകുളത്ത് വന്നിട്ട് ബോട്ട് ജെട്ടിയിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് നടക്കുകയാണ്. ഒരു ചെറിയ മഴയുണ്ട്, ആ മഴയും കൊണ്ട് കുടയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ. മടക്കുകയാണ്. എന്തിനാണ്? ചങ്ങമ്പുഴയെ കാണാനാണ് അദ്ദേഹം പോകുന്നത്. ഇത് 1938 കാര്യമാണ്. അങ്ങനെ ചങ്ങമ്പുഴയുടെ വീട്ടിലെത്തുന്നു. അങ്ങനെ അപ്പോഴേക്ക് ആ മഴ വലിയ പെരുമഴയായിട്ട് മാറുകയാണ്. അപ്പോൾ പൊറ്റക്കാടിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ചങ്ങമ്പുഴ ഒന്ന് കണ്ട് അന്ന് തന്നെ മടങ്ങുക എന്നുള്ളതാണ്, ഉടനെ തന്നെ മടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഈ പെരുമഴ വന്നതോടുകൂടി രണ്ടുപേരും സന്തോഷിക്കുകയാണ്. കാരണം പൊറ്റക്കാട്ടയിൽ കുടയില്ല, ചങ്ങമ്പുഴയിൽ അത്രയുമില്ല. രണ്ടാളും സന്തോഷിക്കുകയാണ്, കാരണം അത്രയും നേരം സംസാരിക്കാമല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ ചങ്ങമ്പുഴ ഇതിൻ്റെ സൽക്കരിക്കുന്നു പതിവുപോലെ. അതിനുശേഷം ഒരു പുസ്തകമുറിയുണ്ട് ചങ്ങമ്പുഴ, ഒരു അലമാര. ആ അലമാര തുറന്ന് കാണിക്കുകയാണ് പൊറ്റക്കാടിനെ. ആ തുറന്ന് കാണിക്കുമ്പോൾ അതിൽ പൊറ്റക്കാടിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമുണ്ട്, പ്രഭാതഗാന്ധി. അതിൻ്റെ ഒരു കോപ്പി അതിനകത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ഇത്രയും ബോംബെയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും നടന്നു വന്നാൽ പോലും തെറ്റില്ല എന്ന് തോന്നുന്നൊരു നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ചങ്ങമ്പുഴ അന്നേ പ്രശസ്തനാണ്, 25 വയസ്സേ ഉള്ളൂ. രണ്ടുപേർക്കും അതെ. അന്നേ രമണൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, രമണൻ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചങ്ങമ്പുഴ ഇവിടെ മുദ്രാവാക്യങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ പേര് പടർന്ന ഒരു കാലമാണ്. അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമുറിയിൽ പൊറ്റേക്കാടിൻ്റെ പ്രഭാതഗാന്ധി എന്ന ആദ്യത്തെ കവിതാ സമാഹാരം ഇരിക്കുന്നത്. അതിലിപ്പോൾ ഒരു സന്തോഷം, നമുക്കത് അത് അദ്ദേഹം കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെ അതിനുശേഷം മഴ തുടരുകയാണ്. പൊറ്റേക്കാട് നിന്ന് മടങ്ങുന്നില്ല, അദ്ദേഹത്തിന് അവിടെ ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് പറയുകയാണ്, ശങ്കരൻകുട്ടി എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്, ശങ്കരൻകുട്ടി. ചങ്ങമ്പുഴ പറയുകയാണ്, ശങ്കരൻകുട്ടി ഒരു കഥ പറയൂ എന്നാണ് പറയുന്നത്. രണ്ടുപേരും കവികളാണ്, ഇയാളും തുടക്കത്തിലുള്ള ആളാണെങ്കിലും ശങ്കരൻകുട്ടി ഒരു കഥ പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സന്തോഷകരമായ നിമിഷത്തെ പോലും ഒരു കഥ കൊണ്ട് പൂരിപ്പിക്കാനാണ് ചങ്ങമ്പുഴ ശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഗതികളൊക്കെ അവസാനിക്കാൻ പോകുന്നുവോ എന്ന അതൊരു പ്രകോപനമായ ചോദ്യമോ അല്ലെങ്കിൽ ഒരു വികൃതി ചോദ്യമോ ആയിക്കോട്ടെ, എങ്കിലും അങ്ങനെയൊരു ചോദ്യം തന്നെ നിരവധി ഉത്തരങ്ങൾ പല വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് അംബികാസുധൻ മങ്ങാടാണ്. അദ്ദേഹം ഈ പലപ്പോഴും എഴുത്തുകാർ പല കാര്യങ്ങളോടും പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തിന് എഴുത്തുകാരൻ ഈ വിഷയത്തിൽ അഭിപ്രായം പറയണം അല്ലെങ്കിൽ ഇടപെടണം എന്നൊക്കെ. പക്ഷേ അപ്പോൾ പോലും സമൂഹം എഴുത്തുകാരിൽ നിന്ന് ഒട്ടും ദൂരെയല്ല. സമൂഹത്തിൽ എഴുത്തുകാരൻ എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരെയും പോലെ എഴുത്തുകാരനും ഉണ്ടാവും. അങ്ങനെ മലയാളത്തിൽ ഈ പറയുന്ന കാലത്ത്, വർത്തമാനകാലത്ത് സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന അംബികാസുധൻ മങ്ങാട് മനുഷ്യജീവിതത്തിനൊപ്പം സഞ്ചരിക്കുകയും അല്ലെങ്കിൽ മനുഷ്യരുടെ ദുഃഖങ്ങൾക്കൊപ്പം, ഇപ്പോൾ എൻഡോസഫൻ ഇഷ്യൂ കാസർഗോഡ് നടക്കുമ്പോൾ അതിൽ ഒരു കാഴ്ചക്കാരനായിട്ടല്ല അംബികാസുധൻ അതിനൊപ്പം സഞ്ചരിക്കുകയും അതിൻ്റെ മുൻനിരയിലുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ അതിനെക്കുറിച്ച് ആ സംഭവങ്ങൾ എങ്ങനെയാണ് എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ ഇദ്ദേഹത്തെ സ്വാധീനിക്കുന്നതെന്ന് അദ്ദേഹം സംസാരിക്കും. ഒപ്പം തന്നെ ഈ ഇവിടെ പറഞ്ഞ പോലെ കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ അംബികാസുധനുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം എന്ന്. പ്രിയപ്പെട്ടവരെ, കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം കഥകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. കഥ എഴുതുന്നവർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഭൂമുഖത്ത് ജനിച്ച എല്ലാവരും എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം വീട്ടിൽ ചെന്ന് പരസ്പരം കഥകൾ പറയുന്നുണ്ട്. അന്ന് സംഭവിച്ച കാര്യങ്ങളോ കേട്ട കാര്യങ്ങളോ. നാം അതിൽ കുറേ നുണകൾ ചേർക്കും, ചിലപ്പോൾ കുറേ ഭാവന ചേർക്കും. ഭാര്യ ഭർത്താവിനോടോ, കാമുകൻ കാമുകിയോടോ, കൂട്ടുകാരൻ കൂട്ടുകാരിയോടോ ഒക്കെ പറയുമ്പോൾ അത് കഥകളായിട്ട് മാറുകയും അതിൽ നമ്മൾ ധാരാളം നിറം ചേർക്കുകയും ചെയ്യും. ഇങ്ങനെ കഥകൾ പെരുകിക്കൊണ്ടേയിരിക്കും. കഥകൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്.
നമ്മളെല്ലാവരും കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് കഥകളുടെ കാലം ഒരിക്കലും അവസാനിക്കുകയില്ല. എഴുതുന്നവർ മാത്രമല്ല, എല്ലാ മനുഷ്യരും. സപ്പിയൻസ് എന്ന പുസ്തകത്തിൽ, ഹരാരിയുടെ പുസ്തകത്തിൽ പറയല്ലോ, ഭാഷയും കഥയും കണ്ടുപിടിക്കുന്നതോടുകൂടിയിട്ടാണ് മനുഷ്യൻ സർവാധികാരിയായിട്ട് മാറിയത്, വലിയൊരു വെപ്പണായിട്ട് മാറിയത്, ഭൂമിയുടെ മേലെ ഒരു വലിയ ആയുധമായിട്ട് മനുഷ്യൻ മാറിയത്, സർവാധികാരിയായിട്ട് മനുഷ്യൻ മാറിയത് ഈ ഭാഷയും കഥ നിർമ്മിക്കാനുള്ള. മുസോളിനി, ഹിറ്റ്ലറും ഒക്കെ വലിയ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുരാണങ്ങൾ വെച്ചിട്ട് നമ്മുടെ രാജ്യവും വലിയ വലിയ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ഫാസിസമൊക്കെ കടന്നു വരുന്നത് പലപ്പോഴും കഥകളിലൂടെയാണ്. കഥകൾ നിർമ്മിച്ചുകൊണ്ടാണ്, കഥകൾ വിശ്വസിപ്പിച്ചുകൊണ്ടാണ്. നന്നായി കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് രാജ്യം പിടിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ കഥകളിലുള്ള പലതരത്തിലുള്ള വാഞ്ചകൾ ഇങ്ങനെ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഏത് സൈബർ യുഗമായാലും, ഏത് നിർമ്മിത ബുദ്ധി വന്നാലും മനുഷ്യനിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കഥകൾ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ്, തലച്ചോറിൽ നിന്നും ഉണ്ടാക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കഥകളല്ല, മറിച്ച് ഇത് ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ വരുന്നതാണ്. എല്ലായിടത്തും കഥകളാണ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും. ചങ്ങമ്പുഴയെക്കുറിച്ച് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ മഹാകവി കുഞ്ഞിരാമൻ നായരുടെ ഒരു വാക്യത്തെ ഒന്ന് ലേശം മാറ്റി പറഞ്ഞാൽ, ഭൂമിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഭൂമിയിൽ കഥയല്ലാതെ മറ്റെന്തുണ്ട് എന്ന് പറയേണ്ടി വരും. എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും, വെറുതെ നടക്കുന്ന സമയത്ത് വഴിയിലൊന്ന് തട്ടിയാൽ, ഒരു മൺകൂനയിൽ തട്ടിയാൽ തെറിച്ചു പോകുന്ന വസ്തുക്കൾ മുഴുവൻ കഥകളാണ്. ഒരു അരിമണിക്ക് ആന്ധ്രയിൽ ഒരു കർഷകൻ്റെ വിയർപ്പിൻ്റെ കഥ പറയാനുണ്ടാവും. അതിലുള്ളൊരു മുടിച്ചുരുൾ, ആ മുടിച്ചുരുളൊരു വലിയ പ്രണയത്തിൻ്റെയോ നഷ്ടപ്രണയത്തിൻ്റെയോ ഒരു കൊലപാതകത്തിൻ്റെയോ ഒക്കെ കഥയുണ്ടാവും. അതിൽ നിന്ന് തെറിച്ചു പോകുന്ന നാണയത്തൊട്ടിന് വന്ന വഴികളൊക്കെ പറയാനുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ മുഴുവൻ കഥകളാണ്, നമ്മുടെ ചുറ്റും മുഴുവൻ കഥകളാണ്, കഥകൾ നിറഞ്ഞു നിൽക്കുകയാണ്. എഴുതപ്പെട്ട കഥകളെക്കാളും എത്രയോ 10,000 മടങ്ങ് കഥകൾ കുഴിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. അജ്ഞാതനാമാവ് മാതൃഭൂമിയിൽ എഴുതുമ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ആരും കാണാതെ പോയ ഒരു ലോകമാണ്. ആനോ എഴുതുമ്പോൾ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കഥയാണ് ഇന്ദുഗോപൻ എഴുതുന്നത്. ആനോ എന്ന് പറയുന്ന 14-ാം നൂറ്റാണ്ടിൽ. ഞാനിപ്പോൾ 14-ാം നൂറ്റാണ്ടിലെ തന്നെ ഒരു നോവൽ, അല്ലോഹലൻ എന്ന പേരിൽ ഒരു വലിയ നോവൽ, ചരിത്രത്തിലൊന്നുമില്ല ആ രാജാവ്. ഞാനത് തെയ്യത്തിൻ്റെ തോറ്റത്തിൽ നിന്നാണ് എടുക്കുന്നത്. ചരിത്രത്തിൽ എവിടെയുമില്ല. ചരിത്രത്തിൽ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാട്ടുപ്രദേശത്തിൽ അത് പ്രാദേശിക ചരിത്രത്തിലുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടെടുക്കപ്പെടാത്ത കഥകൾ ധാരാളമുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പണ്ടുകാലം മുതലേ കഥകൾ. ഇവിടെ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. 50-ാം കൊല്ലമാണ് മയ്യഴിപ്പുഴയുടെ. അതിൽ ദാസനെ നിർമ്മിച്ചത് കഥകൾ കൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിലെ 7-ാമത്തെയോ 8-ാമത്തെയോ ചാപ്റ്ററിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ദാസൻ ഇങ്ങനെ വളർന്നു വരുന്നത് കഥകൾ കേട്ടിട്ടാണ്. നമ്മളെല്ലാവരും കഥകളുടെ നിർമ്മിതികളാണ്. കുട്ടിക്കാലത്ത് നാം കേട്ട കഥകൾ മാത്രമല്ല, മുത്തശ്ശി പറഞ്ഞ കഥകൾ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കഥകളുണ്ടല്ലോ. ഒരുപാട് നുണകൾ ചേർത്തിട്ടും സത്യം ചേർത്തിട്ടും ഒക്കെ എത്ര കഥകൾ. ആ കഥകൾ നിർമ്മിച്ചവരാണ് നമ്മൾ. ആ കഥകളാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾ ചോദിക്കാനാണ് കഥ. തിരുത്തിൽ ചോദിക്കുന്നില്ലേ, ചുലിയാറ്റ് ചോദിക്കുന്നില്ലേ, ഇതെന്താണ്, എന്തിനാണ് തർക്കമന്ദിരം എന്ന് എഴുതിയത്, അടിവരയിട്ടിട്ട് ഇത് ബാബറി മസ്ജിദാണ് എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം, അതിനു വേണ്ടിയിട്ടാണ് എഴുത്തുകാരൻ എഴുതുന്നത്. ആർക്കറിയാമെന്ന കഥയിൽ ഗാസയിൽ 10,000 കുഞ്ഞുങ്ങളുടെ നിലവിളികൾ നമ്മൾ കേൾക്കുന്നു. അപ്പോഴാണ് നാം സക്കറിയുടെ ആർക്കറിയാം ഓർമ്മിക്കുന്നത്. അതിലെ വേശ്യ തെരുവിലേക്ക് വന്നിട്ടൊരു പട്ടാളക്കാരൻ ചോര മുങ്ങിയ കുപ്പായവുമായിട്ട്, കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ചോരയാണ്, ഒരു വേശ്യയുടെ അടുത്ത് വന്നിട്ട് സംഗമിച്ച ശേഷം ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ കുഞ്ഞ് ഒളിച്ചിരിപ്പുണ്ട്, കൊല്ലേണ്ട കുഞ്ഞ് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അത് വേറെ കാര്യം. ഈ സ്ത്രീ ആ പട്ടാളക്കാരനോട് ചോദിക്കുന്നുണ്ട്, 1,000 കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ആര് മറുപടി പറയും? ഈ ഒരു ചോദ്യം ചോദിക്കാനാണ് കഥാകൃത്ത് എഴുതുന്നത്. അവൻ്റെ വലിയ അസ്വാസ്ഥ്യങ്ങളെ പകരം വയ്ക്കാൻ, അവൻ്റെ വലിയ അസ്വാസ്ഥ്യങ്ങളെ ഇറക്കി വയ്ക്കാൻ വേറൊരു അത്താണി എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ എൻഡോസൾഫാനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതേ ഇല്ല. ഞാൻ ഇന്നലെ അവിടെ സമരപ്പന്തലിൽ ഒരു 10 ദിവസമായിട്ട് അവിടെ സമരം നടക്കുന്നുണ്ട് വീണ്ടും. ആ സമരപ്പന്തലിലായിരുന്നു ഇന്നലെ മുഴുവൻ. അവിടെ നിന്ന് ആണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അവിടെ എന്മകജ എന്ന നോവലാണെങ്കിലും അവിടെ കഥകൾ കണ്ടെടുക്കുകയായിരുന്നില്ല, മറിച്ച് അതിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്കറിയാവുന്ന കുഞ്ഞുങ്ങളാണ്.
അത് കഥകളാണ് എന്ന് നിങ്ങൾക്ക് തോന്നും, ഫിക്ഷനാണ് എന്ന് വായനക്കാർക്ക് തോന്നും. ആ പ്രദേശത്ത് അറിയാത്ത വായനക്കാർക്ക് എൻമകജ മുഴുവൻ ഫിക്ഷനാണ് എന്ന് തോന്നും. പക്ഷേ ഫിക്ഷൻ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് എൻമകജ തുടങ്ങുന്നത്. അതിൽ കുഞ്ഞുങ്ങൾ ഏതാണ്ട് എല്ലാ കുഞ്ഞുങ്ങളും 2-3 കുഞ്ഞുങ്ങൾ ഒഴിച്ച്, ഫാത്തിമയായിട്ട് വരുന്ന കുട്ടിയും ഷാഹിനയും അതുപോലെ കിട്ടണ്ണ ഷെട്ടി പോലെയുള്ള 3-4 കുഞ്ഞുങ്ങൾ ഒഴിച്ച് ആ നോവലിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇതിനകം മരിച്ചുപോയി. ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് പോയി കാണേണ്ടി വന്ന വലിയ നിർഭാഗ്യമുണ്ടായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഇപ്പോൾ കഥ എന്താണ്, ഭാവന എന്താണ് എന്നുള്ളത്, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഞാൻ എന്തായാലും ആ ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല, എനിക്കത് കടക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു വലിയ വിഷയമെന്ന് പറയുന്നത് ഈ ഒരു ലോകത്തെ, പതിത കാലത്തെ, കന്മഷങ്ങൾ നിറഞ്ഞൊരു കാലത്തെ എഴുത്തുകാരൻ എന്തിനാവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സുഖത്തിന് വേണ്ടി കഥ പറയും, കേൾക്കാൻ സുഖത്തിന് വേണ്ടി കഥ കേൾക്കും. അതിനപ്പുറത്ത് വലിയ ലക്ഷ്യമുണ്ട് ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിന്. അതൊരു നമ്മുടെ നെഞ്ചിൽ ഇടികൊള്ളുന്നത് പോലെ വന്ന് ഇടിക്കണം, വായനക്കാരനെ ചിന്തിപ്പിക്കണം. പുസ്തകം അടച്ചു വെച്ചാലും ആ കഥ വായനക്കാരൻ്റെ പിന്നാലെ പോകണം. പുസ്തകം അടച്ചു വയ്ക്കുന്നതോട് കൂടിയിട്ട് തീരാൻ പാടില്ല. ഞങ്ങൾ ആ ഒരു എത്രയോ വലിയ എഴുത്തുകാരുടെ പിന്നാലെ വന്ന എഴുത്തുകാരാണ്. പുതിയ തലമുറ അതിശക്തമായിട്ട് എഴുതുന്ന തലമുറയിലെ എഴുത്തുകാർ വന്നു കഴിഞ്ഞു. കഥ ഇങ്ങനെ തുടരും, ശക്തമായി തുടരും. മാക്കം തെയ്യത്തിൻ്റെ തോറ്റത്തിൻ്റെ ദീർഘമായ തോറ്റമാണ്. ആ തോറ്റത്തിൻ്റെ അവസാനം ആ കോലക്കാരൻ പറയും, വെണ്ണച്ചാന്തും ദീപിതക്കോലും കയ്യേൽ പോരേ. വെണ്ണച്ചാന്ത് എന്ന് പറഞ്ഞാൽ മുഖത്ത് തേക്കുന്ന, തെയ്യത്തിന് തേക്കുന്ന പല നിറങ്ങൾ. ദീപിതക്കോല് എന്ന് പറയുന്നത് പന്തമാണ്. വെണ്ണച്ചാന്തും ദീപിതക്കോലും കയ്യേൽ പോരേ. ഇന്ന് ഞങ്ങൾ ചൊല്ലിൽ കുറവാളായി വന്നു പോയെങ്കിൽ, ഇന്ന് ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ചൊല്ലിൽ നിറവാളായി ഭവിക്കട്ടെ. നാളെ നിങ്ങൾ ചൊല്ലുമ്പോൾ പുതിയ എഴുത്തുകാരോട് പറയാനുള്ളത് അതാണ്. നാളെ നിങ്ങൾ ചൊല്ലിൽ നിറവാളായി നിറഞ്ഞു നിൽക്കട്ടെ, കതിരായി മാറട്ടെ എന്നാണ്. കതിരെന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. പൊന്നല അലച്ചെത്തുന്നു വീണ്ടും ഈ പാടത്തിൽ എന്ന് വൈലോപ്പിള്ളി പാടിയതുപോലെ പണ്ട് കാലത്തെ കൊയ്തു വന്നതാണ് ഈ കറ്റകളെല്ലാം. സാഹിത്യമെന്ന് പറയുന്നത് തുടർച്ചയാണ്. ഇനിയും എത്രയോ കൊയ്യാനിരിക്കുന്നു. അതുകൊണ്ട് കഥ തുടരുക തന്നെ ചെയ്യും. ഈ കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ലോകത്താകമാനം ഈ നമ്മളുടെ മുന്നിലുള്ള ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ കഥ അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ സംഭവങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യത്തോടെ, എത്രമാത്രം സത്യസന്ധമായി ആവിഷ്കരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പല രാജ്യങ്ങളിൽ പല രീതിയിൽ എഴുത്തുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അവർ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് അറിയുന്ന വാർത്ത, ഏതാണ്ട് 50-ലേറെ എഴുത്തുകാർക്ക് കൃത്യമായി ഒരു വേതനം കൊടുത്ത് അവരെ പുതിയ തരത്തിൽ കഥകൾ പറയാനും പുതിയ രീതിയിൽ ചരിത്രം പറയാനും ആ ചരിത്രത്തെ ആവശ്യമുള്ള രീതിയിൽ നിർമ്മിക്കാനും പറ്റുന്ന തരത്തിലുള്ള ചരിത്ര നിർമ്മിതിയും സാഹിത്യരചനയും കഥപറച്ചിൽ രീതിയും ഒക്കെ തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അത് ഇവിടെ മാത്രം, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല ഭാഗങ്ങളിൽ പല കാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കഥപറച്ചിലിൻ്റെ കാലം യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ സത്യസന്ധമായി പറയുന്ന കഥയുടെ കാലം അവസാനിപ്പിക്കുകയും പകരം ഈ നിർമ്മിതികൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ അല്ലെങ്കിൽ ഈ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കി എഴുതുന്ന തരത്തിലേക്ക് എഴുത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധിയുടെ കാലത്ത് എഴുത്തുകാരൻ കഥ പറച്ചിലിനെ എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. CB അതിനെക്കുറിച്ച് സംസാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, അനൂപ് പറഞ്ഞത്. അതായത് പുതിയ കാലത്ത് കഥകളുണ്ട്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ സാധാരണ നമ്മൾ കഥ എന്നാണ് നമ്മൾ പറയുന്നത്. വാർത്തകൾക്ക് പറയുന്നത് കഥ എന്നാണ്. ഒരു സ്റ്റോറി ചെയ്തു എന്നാണ് പറയുന്നത്. അതിപ്പം ടെലിവിഷൻ മീഡിയ ആയാലും നമ്മുടെ പ്രിൻ്റ് മീഡിയ ആയാലും അതിലൊക്കെ ചെയ്യുന്നത് സ്റ്റോറീസാണ്, ഒരു കഥ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥ പറച്ചിൽ എന്ന് പറയുന്ന കാര്യം അത് പല രൂപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നേരത്തെ രഘു പറഞ്ഞതുപോലെ ഇപ്പോൾ മാരിയോ ബർഗസ് യോസയുടെ ആ നോവലിൻ്റെ പേര് സ്റ്റോറി ടെല്ലർ എന്നാണ്. ലാറ്റിൻ അമേരിക്കൻ കഥകളുടെ ഒരു പിക്കാഡോർ കുറെ മുമ്പ് ഇറക്കിയിട്ടുള്ള ഒരു സമാഹാരമുണ്ട്. അതിന് കാർലോസ് ഫിയൻഡസ് എഴുതിയിട്ടുള്ള ആമുഖ പഠനത്തിൻ്റെയും ടൈറ്റിൽ അത് തന്നെയാണ്, സ്റ്റോറി ടെല്ലർ എന്നാണ്. ആ ടൈറ്റിൽ ആ ലേഖനം അവസാനിക്കുന്നത് ഷെഹ്റസാദിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് ഷെഹ്റസാദ് കഥ പറഞ്ഞത്? ഷെഹ്റസാദ് കഥ പറഞ്ഞത് ജീവിതം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഥ പറഞ്ഞത്.
ഒരു കഥ പറയുന്നു, ഒരു കഥ വിരസമായി പോയാൽ കൊല്ലപ്പെടാം, സുൽത്താൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കൊല്ലപ്പെടാം. ആ ഒരു ഈ ഊരിപ്പിടിച്ച ഒരു വാളിൻ്റെ മുമ്പിലിരുന്നിട്ടാണ് ഷെഹ്റസാദ് കഥ പറഞ്ഞത്. അതുകൊണ്ട് ആധുനിക കാലത്തെ കഥ പറച്ചിലുകാർ മുഴുവനും ഷെഹ്റസാദിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിപ്പിച്ചത്. അപ്പോൾ അവരുടെ മക്കളാണ് നമ്മൾ ഇപ്പോഴുള്ളവരും കഥ പറയുന്നത്. അവരും ഈ മരണത്തെ ഒന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് കഥ ചെയ്യുന്നതാണ് ഫെർനാണ്ടസ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. മരണത്തെ ഒന്ന് ഒരു ദിവസം കൂടി അപ്പോഴേ ദീർഘിപ്പിക്കുക, വരുന്നത് ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഥ പറച്ചിൽ ചെയ്യുന്നത്. അപ്പോൾ കഥയ്ക്ക് ആ രീതിയിലുള്ള ഒരു വലിയ ധർമ്മം അത് എഴുത്തുകാരെ സംബന്ധിച്ചിട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കഥയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, കഥ കേട്ട് കേട്ട് വളർന്ന ഒരാളാണ്. അത് പത്മരാജൻ അദ്ദേഹത്തിൻ്റെ കഥകൾ എഴുതിയ പോലെ കഥ പറഞ്ഞ് എന്നെ കഥ പറച്ചിലുകാരനാക്കി ആ ഞവരക്കൽ ദേവകി അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, വിരാമമില്ലാതെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേട്ടിട്ടാണ് ഈ പപ്പേട്ടൻ കഥ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നമ്മളൊക്കെ ഇതേപോലെ തന്നെ കഥ പറഞ്ഞ് കേട്ടിട്ടാണ് അത് പറയുന്നത്. ഇപ്പം ബ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ ലോക സാഹിത്യത്തിലെ എപ്പോഴത്തെയും മികച്ച നോവലുകളിൽ ഒന്നാണ്. അത് ഇത്രയേറെ വർഷക്കാലമായിട്ടും ഏതാണ്ട് 5-ലധികം നൂറ്റാണ്ടായിട്ട് ആ നോവലിൻ്റെ ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല, അതിൻ്റെ രൗദ്രത ഒട്ടും കുറഞ്ഞിട്ടില്ല, അതിൻ്റെ സന്ദേശം ഒട്ടും ഭംഗിയില്ല, കൂടുതൽ തിളക്കമാർന്ന് വന്നിട്ടേ ഉള്ളൂ. അത് ഞാൻ ആദ്യം കേൾക്കുന്നത് ഒരു മാഷ് പറഞ്ഞു തന്നിട്ടാണ്. ആ നോവൽ മുഴുവനും ഒരു മാഷ് ഇങ്ങനെ ക്ലാസ്സിൽ ഓരോ പീരീഡായിട്ട് പറഞ്ഞ് അത് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ ഭയങ്കര ത്രിൽഡായിട്ട് പോയത് ആ കഥ കേട്ടിട്ട്. കാരണം അത് ഈ വാക്കുകൾ കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുകയാണ് ഒരു കഥ പറഞ്ഞിട്ട്. അപ്പോൾ കഥയ്ക്ക് ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്താം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരാം, ഗുണപാഠങ്ങൾ പറഞ്ഞു തരാം, ഈ നൈതികത ഉണ്ടാക്കാം, ധാർമ്മിക ബോധം ഉണ്ടാക്കാം. ഇതിനൊക്കെയാണ് നമ്മുടെ ഈ ചരിത്രത്തിലുടനീളം കഥകളെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ധർമ്മം കഥയ്ക്ക് ഇപ്പോഴും നിറവേറ്റാനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ വളരെ സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അസാധാരണമായിട്ടുള്ള ഈ കഥകൾ കണ്ടെടുക്കുക എന്നുള്ളത് ആണ് എഴുത്തുകാരൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഏറ്റവും സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ കഥകളല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ സാധാരണയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കഥയാവില്ല. പിന്നെ കഥയ്ക്ക് അതിൻ്റേതായിട്ട് നേരത്തെ എസ് കെ പൊറ്റക്കാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ഇപ്പം ദാൽ തടാകത്തിലൂടെ അവിടെ ഒരു ചെറിയ ഷിക്കാരയിൽ ഇങ്ങനെ പോകുമ്പോഴേ അത് തുഴയുന്ന ബഷീർ എന്ന് പറയുന്ന ഷിക്കാരവാല അയാളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലത്തെ ഒരു എഴുത്തുകാരൻ വന്നിട്ട് ഇവിടുന്ന് ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന്. കഥ കണ്ടെടുത്തതാണ്. ആ കഥ ചാർച്ചിനാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, ചാർച്ചിനാർ, അതാണ് കഥയുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ 4 ചിനാർ മരങ്ങളുള്ള ഒരു ദ്വീപുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അധികം 30കളിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ചാർച്ചിനാർ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്, ഒരു പ്രേമകഥ. അപ്പോൾ ആദ്യം ഈ ഷിക്കാറുവാല എന്നോട് പറഞ്ഞു അതിൽ 3 ചിനാറും വീണുപോയി, 1 ചിനാറ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ദൂരെയാണത്. അപ്പോൾ അങ്ങനെ പൊറ്റക്കാട് ഇങ്ങനെ നടന്ന് കഥ അധികം ആഫ്രിക്കയിൽ പോയിട്ട് കഥ കണ്ടെത്തി, ബോംബെയിൽ പോയിട്ട് കഥ കണ്ടെത്തി, കൊടകിൽ പോയിട്ട് കഥ കണ്ടെത്തി. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഒരു സഞ്ചാരിയായ കഥാകൃത്തായിരുന്നു. ഒരു സ്ഥലത്ത് കുറച്ചുന്നുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും പോയിട്ട് കഥകൾ കണ്ടെത്തുകയായിരുന്നു. അപ്പം ആ കഥകൾ മുഴുവനും നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ അനുഭവങ്ങളെയും അവ സമ്പന്നമാക്കി. നമ്മുടെ അനുഭവങ്ങളെ അത് നമ്മുടെ ഈ പ്രത്യക്ഷ അനുഭവങ്ങൾക്ക് അപ്പുറത്ത് കഥയിലൂടെ നമുക്ക് പകർന്നു തരാവുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനുഭവങ്ങൾ ഇപ്പോഴും നമ്മൾക്കുണ്ട്. നമ്മളത് പുസ്തകങ്ങൾ പുതിയ കൃതികൾ വായിക്കുമ്പോൾ ഇപ്പോൾ പോൾ ക്ലിഞ്ചിൻ്റെ പുതിയ നോവൽ നമ്മൾ വായിക്കുമ്പോൾ, പ്രോഫറ്റ് സോങ് എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ നമ്മൾ അയർലൻഡിലെ പുതിയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നു. അതായത് യുളിസസിൽ 100 കൊല്ലം മുമ്പേ ജെയിംസ് ജോയ്സ് എഴുതി വെച്ച അല്ലെങ്കിൽ ഡബ്ലിനേഴ്സിൽ എഴുതി വെച്ച ആ ജീവിതമല്ല. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ട് 100 വർഷം കഴിയുമ്പോൾ ഡബ്ലിൻ നഗരത്തിൽ എന്ത് സംഭവിച്ചേക്കാം ഒരാശങ്ക പങ്കിടുകയാണ് അതിലൂടെ. ഒരു ഭീതി നമുക്ക് പങ്കിടുകയാണ്. ഒരു ദുരധികാര പ്രമത്തതയുള്ള ഒരു ഭരണകൂടം അയർലൻഡ് പോലുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തെ എങ്ങനെ ഈ ബാധിക്കും എന്നുള്ളത്, ജീവിതം എത്ര അസഹ്യമാക്കി തീർക്കും
എന്നുള്ള വളരെ ഭീതിജനകമായിട്ടുള്ള അത് അപ്പം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ അറിയിക്കുന്നതും കഥകളിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെ കഥ അതിൻ്റെ ശ്രമങ്ങൾ, അതിൻ്റെ ദൗത്യം ചരിത്രാതീത കാലം തൊട്ട് തുടരുന്നത് നമ്മുടെ കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 36-37 മിനിറ്റായി. നമുക്ക് 50 മിനിറ്റാണുള്ളത്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മലയാളത്തിലെ 4 എഴുത്തുകാർ ഇതുപോലൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിമിതിയുണ്ട്. അപ്പോൾ പോലും ഞാൻ നേരത്തെ സിവിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ കഥകളും ചരിത്രവും മറ്റ് എല്ലാം തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എഴുത്തുകാരെ രൂപപ്പെടുത്തുന്ന ഒരു കാലത്ത് അതിനോട് എഴുത്തുകാരൻ അല്ലെങ്കിൽ സർഗാത്മക എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്തുകാർ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അതിനെ നേരിടണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. രഘുനാഥ്. കഥയെക്കുറിച്ചുള്ള ഈ ഒരു പറച്ചിലിൽ മലയാളത്തിലെ ഏറ്റവും വലിയ കഥാകാരന്മാരിൽ ഒരാളായ മൂന്നേട്ടൻ്റെ കൂടെ സന്നിഹിതനായത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചുകൊണ്ട് ബാല്യകാലവും കൗമാരകാലവും ഒക്കെ കടന്നു വന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അന്ന് ഏറെ പഴികേട്ട അസ്തിത്വവാദ സാഹിത്യത്തിലെ കഥകൾ പോലെ തന്നെ ഹാസ്യകഥകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അത് പലരും ഓർമ്മയുണ്ടാവും. ആ തലമുറയിലെ ആരും അത്രയും ഹാസ്യകഥകൾ എഴുതിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു കഥ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കുളിമുറി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ആ കഥയിൽ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയുടെ കുളിമുറിക്ക് മുമ്പിൽ പോയി നിന്നിട്ട്, കഥ കുറച്ചുണ്ട്, ഞാനത് ചുരുക്കി പറയുകയാണ്. എനിക്കൊരു ഗൗളിയാവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ല ഒരു ഈച്ചയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ കുളിമുറിക്ക് അകത്ത് കിടക്കാമായിരുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ചിന്തിച്ച് അയാൾ ഒരു ഈച്ചയായിട്ട് മാറുകയാണ്. അങ്ങനെ അദ്ദേഹം ആ കുളിമുറിക്കകത്ത് കയറി ഈ കുളികളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിപാടി ആരംഭിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗൗളി വന്നിട്ട് ഈ ഈച്ചയെ പിടിക്കുകയാണ്. അങ്ങനെ ഒരു ട്വിസ്റ്റുള്ള ഒരു കഥ, ഒരു ഹാസ്യകഥ അദ്ദേഹം എഴുതിയതായിട്ട് അനേകം കഥകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് പറയാതിരുന്നാൽ എനിക്കൊരു വിഷമം, അതുകൊണ്ട് പറഞ്ഞതാണ്. മറ്റനേകം കഥകളുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും റെഡിയാവും, നമുക്ക് വലിയൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറയും. 2 കുട്ടികളും ഭാര്യയും. വളരെ ദരിദ്രമായ ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ ഇവർക്ക് അറിയുന്നില്ല എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സിനിമ കാണാം, ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഈ പ്രായത്തിനിടയിൽ ഇങ്ങനൊരു വാഗ്ദാനം അച്ഛനിൽ നിന്ന് കേൾക്കുന്നത്. അങ്ങനെ ഇയാൾ കൊണ്ടുപോകുന്നു, വലിയൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ഭാര്യ ഇയാളോട് പോകുമ്പോൾ ചോദിക്കും, എന്താണ് ഇന്നത്തെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ മിണ്ടുന്നില്ല. അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്നേ പറയുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് വലിയ തിയേറ്ററിൽ കുട്ടികൾ തറ ടിക്കറ്റിൽ ഇതുവരെ ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുത്തിയിട്ട് സിനിമ കാണിക്കുകയാണ്. അപ്പോഴും ഭാര്യ ചോദിക്കും, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രേരണ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ല, പിന്നെ പറയാമെന്നിങ്ങനെ പറയാണ്. അവസാനം വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറയും, ഇന്ന് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ അവിടെ വീണ് കിടക്കുകയാണ്, ബൈക്കിൽ നിന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ അയാളുടെ പേഴ്സ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഞാൻ ആ പേഴ്സ് എടുത്തു, നോക്കിയപ്പോൾ അതിൽ ധാരാളം പണമുണ്ട്. എന്നാൽ പിന്നെ എൻ്റെ വീട്ടുകാരെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യയുടെ മുഖം കറുത്തു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ ബൈക്കും കൂടി എടുക്കായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഈ പേഴ്സ് എടുത്ത നിലയ്ക്ക് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചോദിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പീരീഡിൽ ഇങ്ങനെ എഴുതുമെന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, ഇപ്പോൾ അദ്ദേഹം എഴുതുന്ന എംബസി കഥകളായാലും ശരി, സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇതെല്ലാം സ്റ്റോറി ടെല്ലിങ്ങിൻ്റേതായ മനോഹരമായ രൂപങ്ങളാണ്. അതാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടതുകൊണ്ട് ഓർത്ത കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഈ AI എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ AI-യുടെ പ്രസൻസ് അല്ലെങ്കിൽ AI എന്ന ഭീഷണി ഇപ്പോൾ ഈ കഥ പറച്ചിൽ അവസാനിക്കുന്നുവോ എന്നുള്ളതിനെ
ഇന്നത്തെ പ്രധാന ചോദ്യമായിട്ട് വരാൻ കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ നിർമ്മിത ബുദ്ധിയുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധിയിലേക്ക് നമ്മളൊരു ആശയം കൊടുക്കുന്നു, കുറച്ച് വാക്കുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു നോവലോ കഥയോ നാടകമോ കവിതയോ ആയിട്ട് പുറത്തു വരുന്നു. ഇങ്ങനെ വരുമ്പോൾ എഴുത്തുകാരുടെ ആവശ്യം ഇവിടെ ഇല്ല. ഒരു പ്രസാധകനും ഒരു യന്ത്രവും മാത്രം മതി എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോവുക. അപ്പോൾ ഈ എഴുത്തുകാർക്കൊന്നും റോയൽറ്റിന്ന് കൊടുക്കണ്ട. പ്രസാധകന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണിത്, ഈ വാർത്ത. 5 പൈസ ഇപ്പോഴും റോയൽറ്റിന്ന് കൊടുക്കുന്നില്ല, എങ്കിലും മറ്റു തീരെ കൊടുക്കണ്ട, അങ്ങനെ ചോദ്യമേ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണോ ഇത് പോകുന്നത് എന്ന് സംശയിക്കാമായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഈയിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് ജപ്പാനിൽ അകുതഗാവ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം 1927 ഹരാക്കിരി ചെയ്ത് വയറ് കയറിയ ഈ മിഷിമയുടെയൊക്കെ പോലെ വയറ് കയറി ആത്മഹത്യ ചെയ്ത ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒരു അവാർഡുണ്ട്. അതിനാണ് ഈ അകുതഗാവ അവാർഡ് എന്ന് പറയുന്നത്. ആ അവാർഡ് ഇത്തവണ കിട്ടിയത് 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. റീ കുദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരിക്കാണ് ഇത്തവണ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പുരസ്കാര ചടങ്ങ് നടക്കുകയാണ്. ആ പുരസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ഈ കുട്ടി പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഈ കുട്ടി പറഞ്ഞു, ഈ നോവലിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാനല്ല എഴുതിയത്, നിർമ്മിത ബുദ്ധി പറന്നു തന്ന് ഞാൻ പകർത്തി വയ്ക്കുകയായിരുന്നു എന്ന് ഇവർ പറഞ്ഞു. ഒരു ഏറ്റുപറച്ചിൽ. ആ പറഞ്ഞത് സത്യസന്ധതയോടെ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ ഫലം വളരെ ഭീകരമായിരുന്നു. സദസ്സാകെ പ്രക്ഷുബ്ധമായി. അവരെല്ലാവരും എണീറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു നോവൽ, നിർമ്മിത ബുദ്ധി എഴുതിയ ഒരു നോവലിനാണോ നിങ്ങൾ പുരസ്കാരം കൊടുക്കുന്നത്? അതിപ്പോൾ തന്നെ പിൻവലിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സദസ്സിൽ വലിയ ബഹളമായി. അപ്പോൾ ഈ പുരസ്കാരം നിർണ്ണയിച്ച 5 ജഡ്ജിമാരവിടെ ഇരിക്കുന്നുണ്ട്. ആ സദസ്സിൽ ഈ ഡയസിലിരിക്കുന്നുണ്ടായിരുന്നു. അവരെണീറ്റ് അപ്പുറമുള്ളൊരു മുറിയിലേക്ക് പോയിട്ട് ചർച്ചകൾ നടത്തി. ഒരു 10 മിനിറ്റ് ചർച്ച നടത്തിയതിനു ശേഷം തിരിച്ചു വന്നു. ഇവിടെ വാഗ്വാദങ്ങൾ നടക്കുന്നു. ആ റീ കുദാൻ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി സീറ്റിൽ വന്നിരിക്കുകയാണ് കൈകെട്ടി. ചർച്ചയ്ക്ക് ശേഷം അവർ വന്നിട്ട് പറഞ്ഞു, ഇത് ഈ സദസ്സിലുള്ളവർ വായിക്കാത്തതിൻ്റെ പ്രശ്നമാണ്, ഈ നോവൽ വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ നോവൽ, റീ കുദാൻ്റെ ഈ നോവൽ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ളൊരു നോവലാണ്. ഭാവിയുടെ ഭാവനാ സങ്കല്പത്തെക്കുറിച്ചുള്ളൊരു നോവലാണ്. അതിൽ നിർമ്മിത ബുദ്ധി കടന്നു വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു. മറ്റൊരു ജഡ്ജി പറഞ്ഞു, ഞങ്ങളിത് വായിച്ച 5%, ഈ നോവലിൽ 5% ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾക്കത് വായിച്ചപ്പോൾ ഇത് ആരെഴുതിയതാണെന്നൊരു വ്യത്യസ്തത നമുക്ക് തോന്നിയില്ല എന്നാണ്. യന്ത്രം എഴുതിയതാണോ ഈ കുട്ടി എഴുതിയതാണോ തമ്മിൽ യാതൊരു വ്യത്യാസവും തോന്നിയില്ല. ഒരേ ഒഴുക്ക്, ഒരേ മനോഹാരിത, ഒരേ വാചകഘടന, വാക്യഘടന എല്ലാം ഒരുപോലെ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ബഹളമുണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സീനിയർ ജഡ്ജി പറഞ്ഞു, ഞങ്ങളിത് എന്തായാലും ഇത് ഒരു ക്രിയേറ്റീവ് സംഗതിയായിട്ട് നിങ്ങൾ കണക്കിലെടുക്കുക. യന്ത്രത്തിന് ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരമുണ്ടായി, കാൽക്കുലേറ്റർ വന്നപ്പോൾ സമരമുണ്ടായി, പലതിനും നമ്മൾ തുടക്കത്തിൽ നിഷേധിക്കുക എന്നുള്ളൊരവസ്ഥയുണ്ട്. പക്ഷേ ഈ നിർമ്മിത ബുദ്ധി എന്നത് ഒരു ക്രിയേറ്റീവായിട്ട് എഴുത്തിനെയും സാഹിത്യത്തെയും സഹായിക്കുന്ന ഒന്നാക്കി മാറ്റാൻ നിങ്ങൾ സഹായിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കണം എന്ന് ആ ജഡ്ജിങ് കമ്മിറ്റിയുടെ ചെയർമാൻ പറഞ്ഞു. അതോടുകൂടി കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും അവർ പിൻവാങ്ങുകയും ചെയ്തു എന്നതാണ് ആ വാർത്ത. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയാണ് എനിക്ക് അവസാനമായിട്ടുണ്ടായിരുന്നത്. അത് ഒരുതരം സർഗാത്മകതയുടെ പോഷിപ്പിക്കുന്ന ഒരു വിറ്റാമിൻ പോലെ അത് പ്രവർത്തിക്കുമെന്നുണ്ടെങ്കിൽ അതും സാഹിത്യത്തിന് ഗുണകരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലത്ത് ഈ കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു ചർച്ച നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഈ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ മകനോട് അമ്മയെക്കുറിച്ചൊരു 2 പേജ് എഴുതാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ആ കുട്ടി AI ഉപയോഗിച്ച് അമ്മയെക്കുറിച്ചുള്ള അതിഗംഭീരമായ ഒരു ലേഖനം എഴുതി പിന്നെ ടീച്ചറിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മയിൽ അറിയാം, ഒരു വിഷയത്തെക്കുറിച്ച് ക്ലാസ്സിൽ 30 പേര് എഴുതുകയാണെങ്കിൽ 30 തരത്തിലുള്ള ഭാഷയും 30 തരത്തിലുള്ള ഓർമ്മകളുമൊക്കെ കടന്നു വരുന്ന എഴുത്തിൽ നിന്ന് AI കാലത്ത് എഴുത്ത് തീർച്ചയായിട്ടും, കഥ പറച്ചിൽ തീർച്ചയായിട്ടും ചില പ്രതിസന്ധികളെ നേരിടും. അത് എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അതിനുള്ള വഴിയും സർഗാത്മകമായി തീർച്ചയായിട്ടും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കഴിയും, എഴുത്തുകാർക്ക് കഴിയും എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അംബികാസുധൻ, ഈ AI കാലത്തുള്ള എഴുത്ത് നേരിടുന്ന പ്രതിസന്ധി, അല്ലെങ്കിൽ കഥ പറച്ചിൽ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ പോകാം.
നിർമ്മിത ബുദ്ധിക്ക് നമ്മൾ വിഷയം കൊടുക്കണം. മാത്രമല്ല അത് നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിൽ നിന്നും വരുന്ന ഒന്നാണ്. എഴുത്തുകാരൻ ഇരുന്ന് തൻ്റെ ഏകാന്തതയിൽ ആഖ്യാനിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ഭാഷയായിട്ട് മാറും, അത് ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും. അത് ഒരുപാട് മനുഷ്യരെ, വായനക്കാരെ അത് വശീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 2008 ആർത്തു പെയ്യുന്ന മഴയിൽ ഒരു ജുമൈല എന്ന കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗോവയിൽ വെച്ച് അകന്ന ബന്ധുവിനാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അയാളുടെ പല സുഹൃത്തുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും പിന്നീട് അയാളാൽ കൊല്ലപ്പെടുകയും പിന്നീട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ആ കുഞ്ഞിനെ പുഴക്കരയിൽ കുഴിച്ചിടുകയും ചെയ്ത സമയത്ത് കാസർഗോഡ് വലിയൊരു സമരം നടക്കുന്നുണ്ട്. ആ സമരപ്പന്തലിൽ ഞാനും ദിവസവും പോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ കഥ ഉണ്ടാകുന്നത്. സമരം തുടരുന്നു, മാതൃഭൂമിയിലേക്ക് കഥ എഴുതി അയക്കുന്നു, കഥ അച്ചടിച്ച് വരുന്നു, സമരം നടക്കുന്നു. അപ്പോഴേക്കും പുള്ളിയെ പിടിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ അയാൾ സ്വാധീനമുള്ള ആളായതുകൊണ്ട് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള സംശയമുണ്ട്. സമരം അപ്പോഴും തുടരുകയാണ്. ഈ സഫിയയുടെ ഉമ്മ അപ്പോഴും സമരം നടക്കുന്നു, ഹൈവേ പിക്കറ്റ് ചെയ്യുന്നു, ഒക്കെ സമരപ്പന്തലിൽ ഈ കഥ ആളുകൾ കൊണ്ടുവന്ന് വായിക്കുന്നു. അപ്പോൾ കഥ ഏതാണ്, ജീവിതം ഏതാണ് എന്നുള്ളത് വലിയ സംശയം ഉണ്ടാകുന്നു. അന്ന് രാത്രി സംഭവിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സബ് ജയിലിലെ ഒരു പോലീസ് ഓഫീസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ ഇന്ന് രാവിലെ വന്ന കഥ ഞാൻ വായിച്ചു, അത് ഈ കുഞ്ഞിനെ കുറിച്ചുള്ളതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ സബ് ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യന് വായിക്കാൻ കൊടുത്തു. ഗോവയിലെ ആ മനുഷ്യന് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പോൾ കൂടെ ഉള്ള ഒരു തടവുകാരനാണ് ആ കഥ വായിച്ചു കൊടുത്തത്. എൻ്റെ കഥയിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്, കൊല്ലുന്നതല്ല. പറയാൻ പോയത് അദ്ദേഹം ഓഫീസർ എന്നോട് പറഞ്ഞത്, മാഷെ അയാൾ ശ്രദ്ധിച്ച് കഥ കേൾക്കുകയും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പൊട്ടി പൊട്ടി കരയുകയും ചെയ്തു എന്നാണ്. അതായത് ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുകയും കൊന്നു മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കുഴിച്ചിടുകയും ചെയ്യുമ്പോഴൊന്നും തോന്നാത്ത ഒരു കുറ്റബോധം ആ മനുഷ്യനൊരു ചെറിയ കഥ കേൾക്കുമ്പോൾ അയാളുടെ മനസ്സ് വല്ലാതെ മാറുകയും പൊട്ടിക്കരയാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തരത്തിലുള്ള, അത് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുന്ന ഒന്നല്ല. ഡൽഹി 81 എന്നൊരു കഥയുടെ അവസാനം ആ പ്രാവ് വന്നിട്ട് ഈ കഥാപാത്രത്തിൻ്റെ നെറ്റിയിൽ മൂർധാവിൽ കൊത്തുന്നില്ലേ, അത് നമ്മുടെ വായനക്കാരുടെ മുഴുവൻ ഉള്ളിൽ വന്ന് കൊത്തുന്നതാണ്. ആ ഒരു കൊത്തലൊരിക്കൽ നിർമ്മിത ബുദ്ധിക്കുണ്ടാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ തന്നെയാണ് ഗൗളിയുടെ കഥ പറഞ്ഞത്. ഈച്ച നിരന്തരം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചത്. അപ്പോൾ ഗൗളിയും അവിടെ ഇരുന്നിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ട്വിസ്റ്റുണ്ട്. ഞാൻ ഈ ക്ലാസ്സുകളിൽ 33 കൊല്ലം മലയാളം കഥകൾ പഠിപ്പിച്ച ഒരാളാണ് ഞാൻ ഒരു കോളേജിൽ. അപ്പം ഞാൻ ഈ ഓരോ കഥ വരുമ്പോഴും അതിൻ്റെ ആദ്യത്തെ 2-3 പാരഗ്രാഫ് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് വായിക്കും, അല്ലെങ്കിൽ കുറച്ച് പറയും. കുട്ടികൾ മുഴുവൻ പറയണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. പിന്നെ ഇൻ്റർവെൽ സമയത്തോ പിറ്റേന്ന് ലൈബ്രറിയിലൊക്കെ പോയാൽ കാണാം കുറേ കുട്ടികൾ ആ പുസ്തകമോ ആ കഥയോ ആഴ്ചപ്പതിപ്പോ തേടി വന്ന് വായിക്കുന്നുണ്ടാവും. ഇങ്ങനെ കഥകൾ വായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രേരണ കുട്ടികളിൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തലമുറയിൽ ഉണ്ടാക്കാൻ നമുക്ക് പാരായണക്ഷമത വേണം. കഥകൾക്ക് പാരായണക്ഷമതയുണ്ടെങ്കിലേ കഥകൾ ആളുകൾ വായിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ കഥ പറയാൻ നമുക്ക് സാധിച്ചാൽ നിർമ്മിത ബുദ്ധിയെ മറികടക്കാൻ എഴുത്തുകാരന് സാധിക്കുമെന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. സാധിക്കും എന്നൊരു പ്രത്യാശയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ പ്രത്യാശ തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ടാകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ ഏറ്റവും ഞങ്ങളെപ്പോലെ എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ ചർച്ച മുഴുവൻ മൂന്തേട്ടൻ ഇവിടെ ഇരുന്ന് കേട്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ഞങ്ങളുടെ വായനയുടെ തുടക്കകാലത്ത് ഞങ്ങളെല്ലാവരും തന്നെ വായനയുടെ തുടക്കകാലത്തും ഇപ്പോഴും ഏറ്റവും കൂടുതൽ എഴുത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നത് മൂന്തേട്ടനും അദ്ദേഹത്തിൻ്റെ തലമുറയും എഴുതിയ സാഹിത്യം, അതിനു മുമ്പ് എഴുതിയ സാഹിത്യമൊക്കെ വായിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ മൂന്തേട്ടൻ്റെ കഥകളും നോവലുകളും വായിക്കുമ്പോൾ ഈ വിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അത് എങ്ങനെയാണ് ഭാഷ കൊണ്ടും ഭാവന കൊണ്ടും നമ്മളെ വായനക്കാരെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭാഗ്യമായി കരുതുന്നു. നിങ്ങളുടെയൊക്കെ ആത്മാവിൻ്റെ സന്തതികളാണ് നിങ്ങളുടെ പുസ്തകങ്ങൾ അഥവാ കഥാപാത്രങ്ങൾ. ഞങ്ങൾ പെറ്റ മക്കൾ, ഞങ്ങൾ ജീവൻ കൊടുത്ത അവരൊരു വ്യത്യസ്ത വ്യക്തിയായതിന് ശേഷം ഞങ്ങളിൽ ജീവിക്കുന്നു, അഥവാ ഞങ്ങൾ അവരിലൂടെ ജീവിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ കഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കഥാപാത്രങ്ങളും കഥയും നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവോ, അതോ നിങ്ങൾ അവരിൽ ജീവിക്കുകയോ, അവർ നിങ്ങളിൽ വീണ്ടും ജീവിക്കുകയോ, അതോ അവർ നിങ്ങളുടെ നെഞ്ഞത്ത് കയറിയിരിക്കുകയോ, അത് പലപ്പോഴും പല കഥകളും വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ള സംശയമാണ്. കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവ സമൂഹത്തിലെ ഒരു മൂർത്ത സാന്നിധ്യങ്ങളായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ
മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ കഥാപാത്രം ദൈവമാണ്. എല്ലാ സമൂഹത്തിലും എവിടെയും ലോകത്തെവിടെയും മനുഷ്യർ ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ദൈവം. ആ ദൈവം ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാക്കി. ദൈവം മരിച്ചു എന്ന് പറയാൻ വേണ്ടി ദൈവത്തെ എവിടെ ഉണ്ടാക്കി. ഞാനിപ്പോഴും ഒരു നാസ്തികനാണ്, ദൈവത്തിന് നന്ദി എന്നാണ് ബുനുവൽ കൊണ്ട് പറഞ്ഞത് ഒരു സിനിമയിൽ. ഇപ്പോഴും ഞാൻ ഒരു നാസ്തികനാണ്, ദൈവത്തിന് നന്ദി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു മൂർത്ത സങ്കല്പം കഥകളിലൂടെയാണ് ഉണ്ടായിത്തീർന്നത്. അതാണ് ഇപ്പോൾ രാമൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് കഥകളിലൂടെയാണ്. അതൊരു ഭരണകൂടം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചല്ല, അത് പണ്ടേയുള്ള കഥ പറച്ചിലുകാരൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിംബമാണ് അത് ശരിക്കും പറഞ്ഞാൽ കഥ. അപ്പോൾ അത് പോകുന്നില്ല, എഴുത്തുകാരൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. കാരണം എഴുത്തുകാരൻ്റെ ആ കഥയുടെ ഒരു വേദന, അതുണ്ടാക്കുന്ന വേദനയോ അതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവും. ഇപ്പം മൂന്നാടൻ്റെ മനസ്സെന്ന് ദാസൻ പോകുമോ? ദാസന് ചന്ദ്രിക അവിടെ ഉണ്ടാകും എപ്പോഴും. ഇപ്പം എൻ്റെ ആയുസിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. ഒരു പൊടിയിൽ ഇങ്ങനെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അത് പോകുന്നില്ല അവിടുന്ന്. അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ ഒരു മൂർത്ത യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കും. ഹലോ, നമസ്കാരം സാർ. ചോദ്യം നേരത്തെ അനൂപ് സാർ സൂചിപ്പിച്ചല്ലോ, ഏകദേശം 50ഓളം എഴുത്തുകാരെ ഭരണകൂടത്തിന് അനുകൂലമായി എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ തുടർച്ചയായാണ് ചോദ്യം ആയുസിൻ്റെ പുസ്തകത്തിലെ പീറ്ററിനെയും മാത്യു അച്ഛനെയൊക്കെ സൃഷ്ടിച്ച സി ബാലകൃഷ്ണൻ സാറിനോടും, അതുപോലെ തന്നെ എന്മകജയും, അതുപോലെ തന്നെ 2 മത്സ്യങ്ങളൊക്കെ പ്രകൃതിയോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന കഥകളെ സൃഷ്ടിച്ച ശ്രീ അംബിക സുധൻ മാങ്ങാട് സാറിനോടാണ്. അപ്പോൾ ഈ 50 എഴുത്തുകാരെ ഈ ചരിത്രത്തെ അല്ലെങ്കിൽ ഈ കഥയെ ഈ കാലത്തെ ഭരണകൂടത്തിന് അനുകൂലമായി സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാലത്ത് എഴുത്തുകാരന് ഈ ഒരു കാലത്തെ അല്ലെങ്കിൽ ഈ രീതിയിൽ കഥകളെ വളച്ചൊടിക്കുന്ന ഈ കാലത്തെ എങ്ങനെ അതിജീവിക്കാനാവുന്നതാണ് അങ്ങ് പ്രത്യാശിക്കുന്നത്? അതിവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണത്, എങ്ങനെ അതിജീവിക്കുന്നത്. എല്ലാ എഴുത്തുകാരും ഭരണകൂടത്തിന് കീഴ്പ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുകയില്ല. കാരണം ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ ഹിറ്റ്ലറുടെ ഭരണകൂടത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി എത്രയോ ആൾക്കാരുണ്ട്. സ്റ്റാലിൻ്റെ ഭരണകൂടത്തിൽ അവിടെ സ്റ്റാലിന് കീഴടങ്ങിയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. പക്ഷേ അതിലും ഭേദം മരണമാണെന്ന് തീരുമാനിച്ച എഴുത്തുകാരുണ്ട്. തടങ്കൽപ്പാളയമാണ്, സൈബീരിയാണ് ഇതിലും ഭേദം എന്ന് തീരുമാനിച്ച എഴുത്തുകാരുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള എഴുത്തുകാരുണ്ട്. അത് എഴുത്തുകാരൻ്റെ ഒരു ആത്മഹത്യയുടെ ഭാഗമാണത്, അങ്ങനെ ചെയ്യണമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണകൂടത്തിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ പാദസേവ ചെയ്യാം, നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും വേണ്ട. അതുപോലെ ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിൽ നമുക്ക് പോയിട്ട് ഇതേപോലെ പ്രീതിപ്പെടുത്താം. അതല്ലെങ്കിൽ അപ്രിയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ പുറംപോക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കാം. അതിൻ്റെ രാജവീതിയിൽ ഉണ്ടാവില്ല നമ്മൾ, പക്ഷേ അതിൻ്റെ പുറംപോക്കിൽ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഈ എഴുത്തുകാരൻ അവൻ്റെ സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പുള്ളിയുടെ ഒരു നൈതികത, എഴുത്തുകാരൻ്റെ ഒരു നീതിബോധം, അയാളുടെ സത്യസന്ധത, അവനവനോട് കാണിക്കുന്ന സത്യസന്ധത. അതുകൊണ്ടാണ് ഹെമിംഗ് പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായ എഴുത്താണ് നല്ല എഴുത്ത് എന്ന്. അതാണ് പറഞ്ഞിട്ടുള്ളൂ. നല്ല എഴുത്തെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള എഴുത്താണെന്നല്ല, അതായത് നല്ല വാചകങ്ങൾ ഉണ്ടാകുന്നതല്ല എഴുത്ത്. അത് എഴുത്തുകാരൻ്റെ സത്യസന്ധത എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ, ഇപ്പം നിർമ്മിത ബുദ്ധിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അതിവിടെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് പറയണം. അതിന് എത്രയോ വർഷം മുമ്പേ, ഒരു 93-ൽ റോൾഡ് ഡാൽ എഴുതിയൊരു കഥയുണ്ട്, ദ ഗ്രേറ്റ് ഓട്ടോമാറ്റിക് ഡ്രാമറ്റൈസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ആ കഥ 93-ൽ വന്നതാണ്. അത് ഒരു യന്ത്രത്തെ വെച്ചിട്ട് കഥ എഴുതുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതിൻ്റെ ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പേ റോൾഡ് ഡാൽ ഒന്നാന്തരമായിട്ട് കഥ പറഞ്ഞ ഒരാളാണ്, ഗംഭീരമായിട്ടുള്ള കഥ പറഞ്ഞ ആളാണ് റോൾഡ് ഡാൽ. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കഥയാണ്, ഞാനത് വായിച്ച് അന്തം വിട്ടുപോയി എത്ര വർഷം മുമ്പേ, ഈ യന്ത്രം കഥ എഴുതുന്നതിനെക്കുറിച്ച്. എഴുത്തുകാരാവശ്യമുണ്ട്, യന്ത്രം കഥ എഴുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഭീഷണി അന്ന് റോൾഡ് ഡാൽ കണ്ടിട്ടുണ്ട്. ഇത്രയും മുമ്പേ ദീർഘദർശനം ചെയ്ത ആളവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്ത് അത് യാഥാർത്ഥ്യമായി എന്നേ ഉള്ളൂ. പക്ഷെ അതിനെയും നമ്മുടെ കഥ മറികടക്കും. ഈ ഭരണകൂട ശാസനങ്ങളെ മറികടന്നത് പോലെ. കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് അനുഭവസ്ഥനാണ് ഞാനൊരു കലാകാരനാണ്. അതിൽ ഒരു താല്പര്യവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് അവരെ ആദ്യം ഒരു മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കഥയിലൂടെയാണ്. കളർ ഓഫ് പാരഡൈസ് എന്ന സിനിമയിലൊരു കഥ
അതിൽ കണ്ണ് കാണാത്ത കുട്ടി ശബ്ദത്തിലൂടെ ഒരു കിളിക്കുഞ്ഞ് താഴെ വീഴുന്നത് കണ്ട് അതിനെ പിടിക്കാൻ വരുന്ന പൂച്ചയെ അതിസൂക്ഷ്മമായ ശബ്ദത്തിലൂടെ അതിനെ എറിയുന്നതും ആ എറിയുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖം ക്ലോസപ്പ് ചെയ്യുന്നത്, അവൻ്റെ തെന്നുന്ന ഷൂ പലതവണ തെന്നിയിട്ടും ആ മരത്തിൽ കയറിയ കൂട്ടിൽ ആ പക്ഷിയെ വെക്കുമ്പോൾ ആ പക്ഷി വന്നിട്ട് അവൻ്റെ കയ്യിൽ മുത്തം കൊടുക്കുമ്പോൾ അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി അവൻ്റെ സന്തോഷം കാണിക്കുന്ന ഫേസ്, വളരെ ചിരിയുള്ള ഫേസ് കാണിക്കുന്ന, അതിലൂടെ ഒരു പ്രയത്നത്തിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴും ഞാൻ പല രീതിയിൽ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനത്തിന് കഥയെ ഭാഗമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിനോട് ചേർത്ത് പറയുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും കഥ പറച്ചിലിൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവർക്കും നന്ദി.